യുദ്ധങ്ങളിലെ വെടിനിർത്തൽ നീക്കങ്ങളെ സ്വാഗതം ചെയ്ത ലിയോ 14 മാർപ്പാപ്പ കൂടുതൽ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകട്ടെ, ലോകത്തിൽ സമാധാനം പുലരട്ടെയെന്നും മാർപ്പാപ്പ പറഞ്ഞു. ലോകത്തോടുള്ള ആദ്യ അഭിസംബോധനയിലാണ് മാർപ്പാപ്പയുടെ സന്ദേശം. എസ് രഞ്ജിത്ത് ചേരുന്നു നമുക്കൊപ്പം. എസ് രഞ്ജിത്ത്, ലോകം മുഴുവൻ സമാധാനം ആഗ്രഹിക്കുന്ന രണ്ട് അയൽ രാജ്യങ്ങൾ തമ്മിൽ സംഘർഷ സാഹചര്യം നിലനിന്നിരുന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് പുതിയ മാർപ്പാപ്പയുടെ ആദ്യ അഭിസംബോധന ലോകത്തോട് എത്തുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? തീർച്ചയായും ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൽ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് ലിയോ 14 മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തിന് ശേഷം നടന്ന ആദ്യ അഭിസംബോധനയിലാണ് ഇന്ത്യയെയും പാകിസ്ഥാനെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് ലിയോ 14 മാർപ്പാപ്പ ഈ വെടിനിർത്തൽ കരാറിലുള്ള സന്തോഷം പങ്കുവച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതിൽ അതിയായ സന്തോഷമുണ്ട് എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. ഒപ്പം തന്നെ ഇനി നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ പ്രതീക്ഷയുണ്ട്. ഇനി നടക്കാനിരിക്കുന്ന ചർച്ചകളിലൂടെ പൂർണ്ണമായും സമാധാനം പുലരട്ടെ എന്നും മാർപ്പാപ്പ പറയുകയുണ്ടായി. ഇത്തരത്തിൽ ഈ വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് മാർപ്പാപ്പ പരാമർശിക്കുമ്പോൾ വലിയ കയ്യടികളോടെയാണ് വിശ്വാസികൾ അതിനെ സ്വീകരിച്ചത്. ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മാത്രമല്ല, മറ്റ് സമാനമായ മറ്റ് കാര്യങ്ങളും മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ഈ അഭിസംബോധനയിൽ പരാമർശിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടത് ഗാസ ഇസ്രായേൽ സംഘർഷമാണ്. ഗാസയിലും സമാധാനം ഉണ്ടാകണമെന്ന് മാർപ്പാപ്പ പറഞ്ഞു. ഒപ്പം തന്നെ യുക്രൈനിലും സമാധാനം ഉണ്ടാകണം, അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകണം, ലോകത്തെല്ലായിടത്തും സമാധാനം പുലരട്ടെ എന്നും ലിയോ 14 മാർപ്പാപ്പ പറയുകയുണ്ടായി. വിവരങ്ങൾ നൽകിയത് എസ് രഞ്ജിത്താണ്.